അങ്ങനെ രാപ്പകലില്ലാതെ സൈന്യത്തിന്റെ പ്രയത്നം, ആ പ്രയത്നം ഫലം കാണുകയാണ്, യാഥാർത്ഥ്യമാകുന്നു. റെക്കോർഡ് സമയത്തിൽ റെക്കോർഡ് വേഗത്തിൽ ബെയ്ലി പാലം യാഥാർത്ഥ്യമാകുന്നു. റെക്കോർഡ് വേഗത്തിലാണ് പാലം നിർമ്മിക്കാനായത് എന്ന് മേജർ ജനറൽ വിനോദ് മാത്യു. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗത്തിലൂടെയാണ് പാലത്തിന്റെ ഭാഗങ്ങൾ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സാമഗ്രികളെത്തി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്താണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കുമെന്നും രക്ഷാപ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 24 ടൺ ശേഷിയാണ് പാലത്തിനുണ്ടാവുക. ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവത്താണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് 17 ട്രക്കുകളിലാക്കിയാണ് സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത്. നൂറുകണക്കിന് സൈനികരുടെ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായി ഉച്ചയോടെ പാലം സജ്ജമാകും. വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബെയ്ലി പാലം വഴി ഉപകരണങ്ങളും വാഹനങ്ങളും മുണ്ടക്കൈയിലെത്തിക്കും. തുടർന്ന് വഴി ശരിയാക്കി പുഞ്ചിരിമുട്ടത്ത് എത്തുമെന്നും മേജർ ജനറൽ അറിയിച്ചു. സ്ഥിരം പാലം വരും വരെ ബെയ്ലി പാലം നാടിന് താങ്ങാകും. സമീപകാലത്ത് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. രക്ഷാപ്രവർത്തനം അവസാനിക്കും വരെ സൈനികർ പ്രദേശത്ത് തുടരും. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി 500-ലേറെ സൈനികരാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ചൂരൽമലയിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലത്തിന്റെ നീളം 190 അടിയാണ്. 24 ടൺ ഭാരം പാലത്തിന് വഹിക്കാൻ കഴിയും. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചത്. പാലങ്ങൾ ഒലിച്ചു പോവുകയോ തകർന്നു വീഴുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. നേരത്തെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് നിർമ്മാണം. ഉരുക്കും തടിയുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. വാഹനങ്ങൾക്കും കനമേറിയ ടാങ്കറുകൾക്കും അടക്കം കടന്നു പോകാവുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന. താങ്ങാവുന്ന ഭാരത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് 40, ക്ലാസ് 70 ടൺ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് പാലം നിർമ്മിക്കുക. താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങളായതുകൊണ്ട് ട്രക്കുകളിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ എളുപ്പമാണ്. ക്രെയിനിന്റെ സഹായമില്ലാതെ പാലം യഥാസ്ഥാനത്ത് ഉറപ്പിക്കാനും സാധിക്കും. കേരളത്തിൽ ആദ്യമായി റെയിലി പാലം നിർമ്മിച്ചത് പത്തനംതിട്ട റാന്നിയിൽ ആയിരുന്നു. 1996 നവംബർ 8-ന് പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള പാലം തകർന്നപ്പോഴാണ് ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കടന്നത്. അതിനുശേഷം 2017-ൽ പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തിലും ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെ MC റോഡിൽ പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതിനെ തുടർന്നാണ് താൽക്കാലിക പാലം നിർമ്മിച്ചത്. എന്നാൽ സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് കാശ്മീരിലെ ലഡാക്കിലായിരുന്നു. ദ്രാസ് സുറുമ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് 98 അടി നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്തത്. 1942-ൽ ബ്രിട്ടീഷ് വംശജനായ ഡൊണാൾഡ് ബെയ്ലിയാണ് റെഡിമെയ്ഡ് പാലത്തിന്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. പാലം നിർമ്മാണം ഹോബിയാക്കിയ അദ്ദേഹം വിവിധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യത്യസ്തമായ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നോർത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടിയാണ് ആദ്യ ബെയ്ലി പാലം ഒരുങ്ങിയത്. ലോകത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നീളം കൂടിയ ബെയ്ലി പാലം 1975 ഒക്ടോബറിലാണ് പ്രവർത്തനക്ഷമമായത്. 788 മീറ്റർ നീളമുള്ള 2 വരി പാലം ഓസ്ട്രേലിയയിലെ ഹോബാർട്ടിൽ ഡെർവെന്റ് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചത്. ദുർഘടമായ മലനിരകളിലൂടെ പാലം നിർമ്മിക്കാൻ ശത്രു രാജ്യത്തേക്ക് പാറ്റേൺ ടാങ്കുകളിൽ കുതിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് എന്ന് അറിഞ്ഞതോടെ ആ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യക്കാർ ഏറുകയായിരുന്നു. അങ്ങനെ പാലം കടൽ കടന്ന് ലോകം മുഴുവൻ എത്തി. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമായ ഉരുക്ക് ഗർഡറുകളും പാനലുകളുമാണ് ബെയ്ലി പാലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ വേണ്ട എന്ന പ്രത്യേകതയുമുണ്ട്. ഇരു കരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബെയ്ലി പാനലുകൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ ഉരുക്ക് ഗർഡറുകൾ കുറുക്കെ നിരത്തിയാണ് നിർമ്മാണം. ഉരുക്ക് പാനലുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയും വിധം ട്രക്ക് തയ്യാറാക്കുകയും ചെയ്യും. അതോടൊപ്പം ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് പാലം ബലപ്പെടുത്തും. അതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും. മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമാണ്. രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിൽ സൈന്യം ഉപയോഗിക്കുന്നത് 195 അടി നീളമുള്ള ബെയ്ലി പാലമാണ്. സാധാരണ 110 അടി നീളവും 50 ടൺ ഭാരവുമുള്ള ബെയ്ലി പാലമാണ് രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിക്കാറുള്ളത്. വയനാട്ടിൽ 180 അടി നീളത്തിൽ പാലം വേണ്ടതുണ്ട്. മുണ്ടക്കൈയിലേക്ക് പുതിയൊരു പാലം നിർമ്മിക്കുന്നതുവരെ ബെയ്ലി പാലം ജനങ്ങൾക്ക് ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.